ഇന്ത്യയിലെ സ്വന്തമായി ഒരു വീട് അത് നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അല്ലേ? പക്ഷേ നമ്മൾ ഈ വിശകലനത്തിൽ ചോദിക്കാൻ പോകുന്നൊരു ചോദ്യമുണ്ട്. ആ സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനമാണോ, അതോ ഒരു പക്ഷേ ഏറ്റവും വലിയൊരു സാമ്പത്തിക അബദ്ധമാണോ? നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ ഇതൊന്ന് പരിശോധിക്കാം. അപ്പോ ഇതൊന്ന് കേട്ടുനോക്കൂ. 1 കോടിയിലധികം രൂപ വാടക കൊടുത്തൊരാള് പറയാണ്, എനിക്ക് എപ്പോ വേണമെങ്കിലും 5 കോടിയുടെ ഒരു വീട് വാങ്ങാനുള്ള കാശുണ്ട്, പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊരാള് ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നത്? ആ ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇന്നിവിടെ തുടങ്ങുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു വീട് വാങ്ങുന്നത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക അബദ്ധമായി മാറാൻ സാധ്യതയുണ്ടോ? ചിലപ്പോ നമ്മൾ തലമുറകളായി കേട്ടുവിശ്വസിച്ച പല കാര്യങ്ങളും തെറ്റായിരിക്കാം. ഈ ചോദ്യത്തിനൊരുത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലണം. ശരി, അപ്പൊ നമുക്ക് ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഇന്ത്യയിൽ ഇത്രയധികം പ്രസക്തി വരുന്നത്? കാരണം സിമ്പിളാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ലോകത്തിലെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യസ്തമാണ്, പ്രത്യേകിച്ചും വിലയുടെ കാര്യത്തിൽ. ഈ കണക്കുകളിലേക്കൊന്ന് നോക്കിയേ. ലോകത്ത് പൊതുവെ ഒരാളുടെ വാർഷിക വരുമാനത്തിന്റെ ഒരു 5 മടങ്ങ് വിലയുള്ള വീടുകളാണ് അവർക്ക് താങ്ങാനാവുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലോ അത് 15 മുതൽ 20 മടങ്ങ് വരെയാണ്. അതായത് സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ വരുമാനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ വീടുകൾക്ക് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ 3-4 ഇരട്ടി വില കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മിഥ്യാധാരണ എടുക്കാം. റിയൽ എസ്റ്റേറ്റിനെ പറ്റി നമ്മളെല്ലാവരും കേൾക്കുന്ന ഒന്നാണത്. വീടിന്റെ വില എപ്പോഴും മുകളിലോട്ടേ പോകും. പക്ഷെ അത് ശരിക്കും അങ്ങനെയാണോ? നമുക്കൊരു ഉദാഹരണം വെച്ച് തന്നെ ഇതൊന്ന് നോക്കാം. നമുക്ക് സങ്കൽപ്പിക്കാം, നിങ്ങൾ 1 കോടി രൂപ കൊടുത്ത് ഒരു വീട് വാങ്ങിയെന്ന്. ആദ്യത്തെ വർഷം തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാഭമായിരിക്കുമോ അതോ നഷ്ടമായിരിക്കുമോ? കണ്ടോ, വീട് വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ ഓർക്കാത്ത കുറേ ചെലവുകളുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ, അതിന് തന്നെ ഒരു 6-7 ലക്ഷം രൂപ പോയി. പിന്നെ ബ്രോക്കറേജ്. പിന്നെ ഏറ്റവും പ്രധാനം, ആദ്യ വർഷത്തെ EMIയുടെ വലിയൊരു ഭാഗവും നിങ്ങൾ കൊടുക്കുന്നത് ലോണിന്റെ പലിശയിലേക്കാണ്, മുതലിലേക്കല്ല. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോ വീടിന്റെ വില കുറച്ചൊന്ന് കൂടിയാൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ പണം വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ വർഷം നിങ്ങൾ നഷ്ടത്തിലായിരിക്കും. അപ്പോ ഈ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചേ. എനിക്ക് വാടക കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന്റെ ഇരട്ടി വാടക ബാങ്കിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ബാങ്കിന് കൊടുക്കുന്ന ആ ഭീമമായ പലിശ ശരിക്കും പറഞ്ഞാൽ വാടകയുടെ മറ്റൊരു രൂപം തന്നെയല്ലേ? ചിലപ്പോൾ അതിലും വലിയൊരു തുക. ഇത് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി അടുത്തൊരു വലിയ മിഥ്യാധാരണ. ഒരു വീട് വാങ്ങിയാൽ മതി, പിന്നെ നമ്മൾ കോടീശ്വരന്മാരായി എന്നൊരു ധാരണയുണ്ട്, അല്ലേ? പക്ഷേ ഒരു സാധാരണ വീട്ടുടമസ്ഥന്റെ കാര്യത്തിൽ ഇതെത്രത്തോളം ശരിയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ആ 1 കോടിയുടെ വീടിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. ഒരു 20 വർഷം കഴിഞ്ഞു. അപ്പം നിങ്ങളുടെ വീടിന്റെ വില 4 കോടിയായി. കൊള്ളാം, അടിപൊളിയായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ യാഥാർത്ഥ്യം ഇതാണോ? അപ്പോ ഈ കണക്കുകൾ ഒന്ന് നോക്കൂ. ആ 4 കോടിയിൽ നിന്ന് നമ്മൾ പണപ്പെരുപ്പത്തിന്റെ ആ ഒരു 6% അങ്ങ് കുറച്ചാൽ യഥാർത്ഥത്തിൽ ആ വീടിന്റെ മൂല്യം വെറും 1.22 കോടിയാണ്. ഇനി അതിൽ നിന്നും നിങ്ങൾ ഇത്രയും കാലം അടച്ച പലിശയും ടാക്സുകളും മറ്റു ചെലവുകളുമൊക്കെ കുറച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നഷ്ടക്കണക്കായിരിക്കും. അതായത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ 70-80% 1% മാത്രം വളർച്ചയുള്ള ഒരു അസറ്റിൽ പോയി കുടുങ്ങിക്കിടക്കുകയാണ്. ശരി, അപ്പൊ നമുക്ക് നേർക്കുനേർ ഒരു താരതമ്യം നടത്താം. ഒരു വശത്ത് നമ്മൾ വീട് വാങ്ങുന്നു, മറുവശത്ത് അതേ പണം കൊണ്ട് വാടകയ്ക്ക് താമസിച്ച് ബാക്കിയുള്ളത് നിക്ഷേപിക്കുന്നു. ഇതിൽ ഏതാണ് മികച്ചതെന്ന് നമുക്ക് കണക്കുകൾ വെച്ച് തന്നെ നോക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കിയേ. 20 വർഷം കഴിയുമ്പോൾ വീട് വാങ്ങിയ ആൾക്ക് കിട്ടുന്ന അറ്റാദായം ഏകദേശം 1.8 കോടി രൂപ. പക്ഷെ വാടകയ്ക്ക് താമസിച്ച് ആ പണം നിക്ഷേപിച്ച ആൾക്കോ 3.1 കോടി രൂപ. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു 12% റിട്ടേൺ മാത്രമാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നോർക്കണം. അതായത് വ്യത്യാസം 1.3 കോടി രൂപ. ഓർക്കണം, ഇത് മാർക്കറ്റിൽ നിന്ന് ശരാശരിയേക്കാൾ കുറഞ്ഞ റിട്ടേൺ കിട്ടുമ്പോഴത്തെ കണക്കാണ്. അപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്നയാൾക്ക് 1.3 കോടി രൂപയുടെ അധിക ലാഭമുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി റിയലിസ്റ്റിക്കായി നോക്കാം. നിഫ്റ്റിയുടെ കഴിഞ്ഞ 20 വർഷത്തെ ശരാശരി വളർച്ച എന്ന് പറയുന്നത് ഏകദേശം 15%. ആ ഒരു റിട്ടേൺ നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിലോ?
അപ്പോൾ നിങ്ങളുടെ അധിക ലാഭം എന്ന് പറയുന്നത് 4.2 കോടി രൂപയായി മാറും. ഇനി നിങ്ങൾ ഒരു പ്രൊഫഷണൽ ഇൻവെസ്റ്റർ ആണെന്ന് വെക്കുക. ഒരു 18 മുതൽ 20% വരെ റിട്ടേൺ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വ്യത്യാസം 8.5 കോടി രൂപ വരെയാകാം. ഇതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ. അപ്പോ ഇത്രയും കേട്ടതുകൊണ്ട് വീട് വാങ്ങുന്നത് മൊത്തത്തിലൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. തീർച്ചയായും ചില സാഹചര്യങ്ങളിൽ അതൊരു നല്ല തീരുമാനം തന്നെയാണ്. അപ്പോ എപ്പോഴാണ് ഒരു വീട് വാങ്ങുന്നത് ശരിയായ തീരുമാനമാകുന്നത്? അതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ഒരു വീട് വാങ്ങാൻ ഇറങ്ങുന്നതിന് മുൻപ് ഈ 4 നിയമങ്ങൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മാസവരുമാനത്തിന്റെ 30% കൂടുതൽ EMI വരാൻ പാടില്ല. രണ്ടാമതായി, വീടിന്റെ വിലയുടെ ഒരു 20% ഡൗൺ പേയ്മെന്റായിട്ട് നിങ്ങളുടെ കയ്യിൽ വേണം. മൂന്നാമത്തെ പോയിന്റ്, ഒരു 2 വർഷത്തെ EMI എങ്കിലും ഒരു എമർജൻസി ഫണ്ടായിട്ട് വേറെ മാറ്റിവെച്ചിട്ടുണ്ടാവണം. അവസാനമായി, വീടിന്റെ വില നാളെ ഒരു 20-30% ഇടിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഉണ്ടാകരുത്. അതിനും നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ പറഞ്ഞ നിയമങ്ങളൊക്കെ പാലിച്ച് നിങ്ങളൊരു വീട് വാങ്ങുകയാണെങ്കിൽ അതിനെ ഒരു ഇൻവെസ്റ്റ്മെന്റായിട്ടല്ല കാണേണ്ടത്. മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സന്തോഷത്തിനും സൗകര്യത്തിനും വേണ്ടി അറിഞ്ഞുകൊണ്ടെടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ചോയ്സ് ആയിട്ട് കാണുക. ശരി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തതിനെല്ലാം ഒരൊറ്റ പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനുണ്ട്. വാടകയ്ക്ക് താമസിക്കുന്നത് എപ്പോഴാണ് ശരിക്കും ഒരു നല്ല തീരുമാനമാകുന്നത് എന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. വാടകയ്ക്ക് താമസിക്കുന്നത് ഒരു മികച്ച സാമ്പത്തിക തീരുമാനമാണ്. പക്ഷേ നിങ്ങളുടെ പണം എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം. നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയും ആ പണം വെറുതെ ചെലവാക്കുകയും ചെയ്താൽ ഒരു 50 വയസ്സാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ ഒന്നുമുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞതൊക്കെ ശരിയാവണമെങ്കിൽ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾ അച്ചടക്കത്തോടെ ആ പണം ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഒരു ശീലം നിങ്ങൾക്കില്ലെങ്കിൽ സംശയമൊന്നും വേണ്ട, വീട് വാങ്ങുന്നത് തന്നെയാണ് നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് അന്തിമ തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷെ അത് ഇമോഷൻസ് വെച്ചല്ല, കണക്കുകൾ വെച്ച് അറിഞ്ഞുകൊണ്ടെടുക്കുക.